മുടി കൊഴിച്ചിൽ എന്താണ് മുടി കൊഴിച്ചിൽ? അല്ലെങ്കിൽ മുടി കൊഴിച്ചിലിന്റെ പല കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത്? അതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് പലരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു വല്ലാത്ത മാനസിക സമ്മർദ്ദം പലരും അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇതിന്റെ ശരിയായ കാരണങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കാൻ ആരും ശ്രമിക്കാറില്ല. മുടി കൊഴിച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പോഷണക്കുറവ് തന്നെയാണ്. മുടിക്ക് ആവശ്യമുള്ള പോഷണവും കൃത്യമായ ആവശ്യമുള്ള ഹൈഡ്രേഷൻ, അതായത് വെള്ളത്തിന്റെ കുറവും ഒക്കെയാണ് നമ്മുടെ മുടി കൊഴിച്ചിലിന്റെ ഒരു മെയിൻ കാരണം. ഇത് പോകെ നിരവധി കാരണങ്ങളുണ്ട്. ഹോർമോണലായിട്ട് വരുന്ന അസന്തുലിതാവസ്ഥകൾ, പലതരം രോഗങ്ങളുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ചും പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അല്ലെങ്കിൽ അതേപോലെ തന്നെ ചില തരത്തിലുള്ള ഇൻഫെക്ഷന്റെ അണുബാധയുടെ ഭാഗമായിട്ടൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. കൂടാതെ ഇപ്പം ക്യാൻസർ രോഗികളാണെങ്കിൽ അതിൻ്റെ മരുന്നുകൾ, അതിൻ്റെ റിയാക്ഷന്റെ ഭാഗമായിട്ട് മുടി കൊഴിയാറുണ്ട്. അമിതമായ കെമിക്കലുകളുടെ ഉപയോഗം മുടി കൊഴിച്ചിലുണ്ടാക്കും. തലയിലുണ്ടാകുന്ന താരൻ, ചിരങ്ങ് പോലുള്ള അവസ്ഥകളും മുടി കൊഴിച്ചിലുണ്ടാക്കാറുണ്ട്. ഇനി ഇതുപോകെ ഉറക്കമില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, ഞാൻ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നു, ഹോർമോണൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു തകരാറാണ് കൃത്യമില്ലാത്ത ഉറക്കം. രാത്രിയിൽ ഒരു 11 മണിക്ക് ശേഷം ഉണർന്നിരിക്കുക അല്ലെങ്കിൽ വളരെ വൈകി ഉറങ്ങുന്നത് ഒക്കെ ഒരു കാരണമാണ്. അമിതമായ മാനസിക സമ്മർദ്ദവും പലപ്പോഴും മുടി കൊഴിച്ചിലിന് ഒരു കാരണമാവാറുണ്ട്. ഇനി ഇത് വരുന്ന ചില കാരണങ്ങളാണ് കൃത്യതയില്ലാത്ത അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള കേശ സംരക്ഷണ രീതി. പലപ്പോഴും ആരും എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സംഗതികൾ നമുക്ക് നമ്മളുടെ മുടിയിഴകളിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഒരു വൃത്തി സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പലർക്കും അതറിയില്ല. അത് ഒരു മെയിൻ റീസൺ കൂടിയാണ്. ഇനി എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് ഇന്ന് മുടി കൊഴിച്ചിലുണ്ട്? ഇന്ന് വൈദ്യശാസ്ത്രം വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കോസ്മെറ്റോളജി രംഗത്ത് മുടി കൊഴിച്ചിലിന് അത്യാധുനികമായിട്ടുള്ള നിരവധി ചികിത്സാ രീതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മുടി കൊഴിച്ചിൽ വലിയൊരു ടെൻഷനായിട്ടോ അല്ലെങ്കിൽ പിരിമുറുക്കമായിട്ടോ എടുക്കേണ്ടതില്ല. കൃത്യമായ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ മുടി കൊഴിച്ചിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പരിഹരിച്ചെടുക്കാൻ പറ്റും. ശരിയായ രീതിയിലുള്ള ഉറക്കം, ഭക്ഷണ രീതി, അതേപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കൂടി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ കൃത്യമായി കണ്ടുപിടിച്ച് മരുന്നുകൾ ശീലിക്കുക. ഇനിയും ഇതുകൂടാതെ നിങ്ങളുടെ തലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ചേരുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒരു ഷാമ്പു ആണെങ്കിലും അതിൽ സൾഫേറ്റും പാരാബിൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പുകൾ ഉപയോഗിക്കുക. ദിവസവും ഷാമ്പു ഉപയോഗിക്കുന്നത് മുടിക്കൊട്ടും നല്ലതല്ല. ആഴ്ചയിലൊരിക്കലോ 10 ദിവസത്തിലൊരിക്കലോ മാത്രം ഷാമ്പു ഉപയോഗിക്കുക. എണ്ണയാണെങ്കിൽ പോലും നിത്യേന എണ്ണ തേക്കുന്നതിനേക്കാളും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ സ്കാൽപ്പിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ ചെറിയ അളവിൽ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി താരനുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തുക. അതേപോലെ തന്നെ അമിതമായ കെമിക്കലുകൾ മുടിയിൽ ഉപയോഗിക്കാതിരിക്കുക. പലരും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുടിക്ക് നിറം മാറ്റുന്നതും ഉൾപ്പെടെ ഒരുപാട് കെമിക്കൽസ് അവർ തലയിൽ ഉപയോഗിക്കുന്നു. പിന്നെ അത് അമിതമായ മുടി കൊഴിച്ചിലേക്ക് എത്തിക്കുന്നു. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് നമുക്ക് കോസ്മെറ്റോളജി രംഗത്തുണ്ട്. PRP, GFC, QR678 അങ്ങനെ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഗൈഡൻസോടെ നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ്സ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന്റെ ലേസേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒരു നല്ല കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് അത് നിങ്ങൾ സ്വീകരിക്കുക. കൃത്യമായ ഗൈഡൻസോടുകൂടി മാത്രം നിങ്ങളുടെ കേശ സംരക്ഷണത്തിന് വേണ്ട ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാവും. അതിപ്പോൾ ഒരു ഗുളികയാണെങ്കിലും എണ്ണയാണെങ്കിലും ഒരു സിറമാണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ തന്നെ ഉപയോഗിച്ചാൽ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും.